എന്തിനാ എന്നെ ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, ഈ വേദന സഹിക്കാനാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് കൊന്ന് തരുമോ എന്ന് വരെ ചോദിച്ചാൽ അത് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഫിസിയോതെറാപ്പി ഡോക്ടർ സ്റ്റോപ്പ് ചെയ്തത്. ഡോക്ടറിന് വെറുതെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാവുന്നേ ഉള്ളൂ, ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യണം, ഞങ്ങളൊരു വലിയ സർജറി ചെയ്യാൻ പോവാം. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നെ. ഗൗരിമോളുടെ അമ്മയെ ഞങ്ങൾക്ക് ഗൗരിമോൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം ചേട്ടൻ വണ്ടി ഒരു മരത്തിൻ്റെ ചോട്ടിലിട്ട് കൊച്ചിനെ അതിനകത്ത് കിടത്തി കൊച്ച് മോഡൽ എക്സാം എടുത്തു. ദൈവത്തോട് പ്രാർത്ഥിക്കും, നമ്മൾ ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നു എന്നെ വിളിച്ചു പറഞ്ഞു. എങ്കിലും ടിക്ടോക്ക് ആയിരുന്നു ആദ്യമേ, അത് ബാൻ ചെയ്തു പോയി. അപ്പൊ അതിലായിരുന്നു ആദ്യം കയറി വന്നത്. ലോകം അറിയണമെന്ന് ഈശ്വര നിശ്ചയായിരിക്കാം, അതുകൊണ്ടാണ് ഞാനത്. ഹായ് ഹലോ, വെൽക്കം ടു CVTV. ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണുള്ളത്. ബ്യൂട്ടിഫുൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സ്ട്രോങ് ഫാമിലിയാണ്. ഗൗരിയുടെ അമ്മ, ഗൗരിയുടെ അച്ഛൻ, 3 പേർക്കും സ്വാഗതം. ഗൗരി ഒറ്റ മോളാണോ? ഗൗരി ഒറ്റ മോളല്ല, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. മൂത്തയാള് വിവാഹിതയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, ഞാനൊരു അമ്മൂമ്മ കൂടിയാണ്. എൻ്റെ 2ാമത്തെ മോളാണ് ഗൗരി. ഗൗരിയുടെ അമ്മ ഇപ്പൊ റീൽസ് ചെയ്തില്ല, വിഷുവിന്റെ ടൈമിൽ റീൽസ് ചെയ്ത അമ്മയായിരുന്നോ അത് ഫസ്റ്റ്? ഏതായിരുന്നു? വിഷുവിന്റെ ടൈമിൽ ഒരു റീൽ ചെയ്തില്ലായിരുന്നോ? അത് എനിക്കൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ മൂത്ത മകളാണ്. അമ്മേനെ പോലെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ആയുർവേദ ഡോക്ടറാണ്. ഗൗരിയുടെ അമ്മ എന്നറിയപ്പെടാനാണ് ഇഷ്ടമെന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഇങ്ങനെ എഴുതാനുള്ള? ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗൗരിയുടെ അമ്മ. എനിക്ക് പണ്ട് മുതലേ ഗൗരി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതാണോ ഗൗരിയുടെ അമ്മ, ഇതാണോ ഗൗരിയുടെ അമ്മ എന്ന് ചോദിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും ആരാ എന്നുള്ള രീതിയിൽ ഞാൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഗൗരിയുടെ അമ്മയാന്ന് പറയും. അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വന്നപ്പോഴും എനിക്കിഷ്ടം ഗൗരിയുടെ അമ്മ എന്ന് പറയാൻ. എനിക്ക് 2 പെൺകുട്ടികളുണ്ടെങ്കിലും എനിക്ക് കൂടുതലും ഗൗരിയുടെ അമ്മ എന്ന് പറഞ്ഞ് അറിയപ്പെടാനായി ഇപ്പോഴും എന്നും ആഗ്രഹവും ഇഷ്ടവും. ഒരിക്കലും ഇല്ല, അവൾ എപ്പോഴും എനിക്ക് സപ്പോർട്ടാണ്. അവൾക്ക് അങ്ങനെ ഒരു ചിന്തയും ഇല്ല, അവൾക്കത് ഇഷ്ടമാണ്. കാരണം അവർ തമ്മിലൊരു 10 years ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഞാൻ എങ്ങനെയാണോ ഇവളെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവളും ഗൗരിയെ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പോലും നോ ടെൻഷൻ, കാരണം അവളുടെ കയ്യില് ഗൗരി സേഫാ. അതെല്ലാരും പറഞ്ഞു ആദ്യം ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ചെയ്തത് നല്ലതായിരുന്നു. നന്നായിട്ട് ഡാൻസ് ചെയ്യാം. ഗൗരിക്ക് ഒരു ചേച്ചി കൂടെ ഉണ്ടല്ലേ? എന്താ ചെയ്യുന്ന പുള്ളിക്കാരി? ഇപ്പം BEd പഠിക്കുകയാണ്. ഒരു വിവാഹത്തിന് ശേഷം ഒരു 2 വർഷം കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പം BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു, ഈ വർഷം കൂടെ. ഒരമ്മൂമ്മ കൂടിയാണ്. അമ്മൂമ്മയാണ് ഞാൻ, ഭാഗ്യവതിയായ ഒരു അമ്മയാണ്, അമ്മൂമ്മയും കൂടിയാണ്. അതെ, 2 പേരും അച്ഛനും അമ്മയും അല്ലേ? അതെ. അച്ഛൻ പൊതുവെ സൈലന്റ് ആണ്, എങ്ങനെയാണ്? പക്ഷെ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എനർജി ആണല്ലോ. അത് എനർജി തരുന്നത് മോളാണ്. ഗൗരി ആക്ച്വലി എന്താ BCom കഴിഞ്ഞോ? കംപ്ലീറ്റഡ്? BCom കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ റിസൾട്ട് വന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കോളേജില് ഫസ്റ്റാണ്. കോളേജില് ഫസ്റ്റാണ്. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു. അമ്മ ഹൗസ് വൈഫ് ആണോ അതോ എന്താ ചെയ്യുന്നത്? ഞാൻ സാധാരണ ഒരു അമ്മയാണ്. പിന്നെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് എഴുത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കോൺഫിഡൻസ് ആയി എന്ന് പറയാൻ വെച്ചാൽ ഒരുപാട് റൈറ്റേഴ്സ്, അതായത് സമൂഹത്തിൽ തന്നെ പ്രശസ്തിയുള്ള കുറേ എഴുത്തുകാർ അവർ എൻ്റെ കൃതി വായിച്ച് ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. എന്തൊക്കെയോ എഴുതാൻ പറ്റുന്നുണ്ട്. അതുവരെ വായന മാത്രമായിരുന്നു. ഇപ്പം ഞാൻ കുറേശ്ശെ എഴുതുന്നുണ്ട്. അച്ഛൻ എഴുതുമോ? ഞാൻ എഴുതില്ല. അച്ഛൻ ആക്ടിങ്ങിലാണ്. 5-6 നോവൽ എഴുതിയിട്ടുണ്ട്. 6 നോവലും 10-12 ചെറുകഥയും. ഓൺലൈൻ ആപ്പ് പ്രതിലിപി എന്ന് പറഞ്ഞാൽ അതിലെഴുതുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണം മൂവിങ്, ഒരു നോവൽ ചെയ്തോണ്ടിരിക്കും. ചെറുകഥ മനോരമ വീക്കിലി വന്നായിരുന്നു. ഞാൻ കുറച്ച് ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ വായിച്ചു. ഇന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നോക്കിയത്.
പിന്നെ അച്ഛനപ്പം എങ്ങനെയാണ് സപ്പോർട്ട്, അച്ഛന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? എന്നെ സംബന്ധിച്ചോളം ഞാൻ എഴുതാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് ഞാൻ കൊടുത്തത് മോക്കും അച്ഛനുമാണ് വായിക്കാൻ കൊടുത്തത്. അത് ഇവരോട് പറഞ്ഞായിരുന്നോ ഇങ്ങനെ എഴുതുന്ന കാര്യമൊക്കെ? ഇല്ല, ഞാൻ മോളുടെ ആദ്യം എഴുതിയെന്ന് പറഞ്ഞാൽ അതൊരു പുസ്തകമാക്കാനോ ഒന്നും ആയിരുന്നില്ല. ശരിക്കും എൻ്റെ മോള് ശരിക്കും, മോള് മാത്രമല്ല ഞങ്ങളൊപ്പം ഒരുപാട് ഫൈറ്റ് ചെയ്താണ്, ജീവിതത്തോട് ഒരുപാട് ഫൈറ്റ് ചെയ്താണ്. അപ്പം നമ്മുടെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും മനസ്സിലിങ്ങനെ കിടന്നപ്പം ഇതിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി കുറേ നോട്ട് ബുക്കുകളിൽ ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ ഫ്രീ ടൈമിൽ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷത്തെ മോൾക്ക് 20 വയസ്സ് കഴിഞ്ഞു. അപ്പം അത് ഓർത്തെടുത്ത് ഓരോ സംഭവങ്ങൾ എഴുതണം. അങ്ങനെ ഞാൻ രാത്രി ചിലപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ചില സംഭവങ്ങൾ ഓർക്കും, ഞാനും മോളുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർക്കും. അപ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ ഞാൻ നോട്ട് ചെയ്തു. അങ്ങനെ എഴുതിയ ഒരു 3-4 നോട്ട് ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആദ്യം വായിക്കാൻ കൊടുത്തത് മോൾക്ക്, പിന്നീട് ചേട്ടൻ. ഇവരത് അത് നിങ്ങൾ ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ വായിക്കുമ്പോഴത്തേക്ക് എനിക്കത് കൂടുതൽ ടച്ച് ചെയ്യുമല്ലോ. അപ്പം ഞാൻ ആദ്യം വായിച്ചപ്പോൾ നല്ലതായിട്ട് കരഞ്ഞായിരുന്നു. മീൻസ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളല്ല, കുഞ്ഞിലത്തെ കാര്യങ്ങളല്ലേ, ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരാത്ത കാര്യങ്ങളില്ല, അതൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞായിരുന്നു. അച്ഛനത് എങ്ങനെയായിരുന്നു അഫക്ട് ചെയ്തത്? എനിക്ക് വായിച്ചപ്പോൾ നല്ല ലാംഗ്വേജ് ആണ്. സ്ട്രഗിൾ ചെയ്തായിരുന്നോ എന്ന് തോന്നിയായിരുന്നോ അച്ഛൻ ജോലിക്കൊക്കെ പോകുമ്പോൾ? ശരിക്കും അച്ഛൻ പറഞ്ഞ അന്ന് രാത്രി മുഴുവൻ കരയുമായിരുന്നു. കാരണം ഇതെല്ലാം വീണ്ടും ഒരു ഓർമ്മയിലേക്ക് വരുമായിരുന്നു, ഈ ജീവിതം മുഴുവൻ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട്, നിനക്ക് എങ്ങനെ എഴുതാൻ പറ്റി? അപ്പോൾ എനിക്കും ഒരു അത്ഭുതം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേനത്തുമ്പിൽ ദൈവം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. വായിച്ചവരെല്ലാം പറഞ്ഞു വളരെ നല്ല ലാംഗ്വേജ്. അത് മാത്രമല്ല വേറെ നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതും അതിന് നല്ല എൻ്റെ കൊച്ചുണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ അങ്ങനെ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവള് ഇത്ര നന്നായിട്ട് എഴുതുന്നു എന്നോട് ചോദിച്ചത്. ഇതിനു മുമ്പ് എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ ചെന്നാലും, ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു, പിന്നെ ബോംബെ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴെല്ലാം ഞാൻ അവിടുത്തെ ലൈബ്രറി തപ്പി കണ്ടുപിടിച്ച് അവിടെ മെമ്പർഷിപ്പ് എടുക്കുക, പുസ്തകം എടുക്കുക, വായിക്കുക. ഇതെനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമായിരുന്നു വായന. അല്ലാതെ എഴുതണം എന്ന് ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ എഴുതി നോക്കിയിട്ടുമില്ല. എന്തോ ഒരു സുപ്രഭാതത്തിൽ മോളുടെ ജീവിതം ഈ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, ലോകം അറിയണമെന്ന് ഈശ്വര നിശ്ചയായിരിക്കാം. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. ഗൗരിക്ക് എങ്ങനെ വായനയ്ക്കുണ്ടോ? വായന ഈ ഇടയ്ക്കാണ് ഞാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വായനാശീലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ബുക്സ് ഒക്കെ വായിച്ചു തുടങ്ങി. എങ്ങനെയാണ് ഗൗരിയുടെ ഒരു ദിവസം തുടങ്ങുന്നത്? എങ്ങനെയാ? ഇപ്പം കോളേജൊക്കെ അടച്ചിരിക്കുകയാണ്, എന്താണ് പരിപാടികൾ? പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും എനിക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പാട്ട് ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റീൽസ് ചെയ്യും, അങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. എപ്പോഴും ഈ അച്ഛൻ എപ്പോഴും വിളിച്ചാൽ വരുമോ റീൽസ് ചെയ്യാൻ? മൂഡ് അനുസരിച്ചിരിക്കും. ഞങ്ങൾ 3 പേരും അതെ. അമ്മ എപ്പോഴും വിളിക്കാം, എപ്പോ വിളിച്ചാലും അമ്മ വരും. അമ്മയാണ് വളരെ ആക്റ്റീവ്. ഞാനാണ് ഇവരെ വാ 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 എന്ന് പറഞ്ഞ. എന്ന് വെച്ചാൽ നമുക്ക് ഗൗരി വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും അവള് വെറുതെ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും ഫ്യൂച്ചർ, അതിപ്പോൾ നോർമൽ ഒരാളാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പം ഗൗരിയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് ആള് ഫ്രീ ആകുമ്പോഴത്തേക്കും അനാവശ്യമായ ചിന്തകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും, കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കും, എൻഗേജ്ഡ്, എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ്. അപ്പം ഞാൻ എപ്പോഴും ഗൗരിയോട് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ വളരെ അമ്മ സ്ക്രിപ്റ്റ് എഴുതും, അമ്മ ചെയ്യുക, അമ്മ എല്ലാം പറഞ്ഞ ഐഡിയ ഇട്. അപ്പൊ ഞാൻ ഐഡിയ പറയും, ഇവരും കൂടെ ഹെൽപ്പ് ചെയ്താണ് നമ്മൾ ഒരെണ്ണം. ടീം വർക്ക് ആണല്ലോ. ശരിയാകുമോ അച്ഛന്റെ? ഇല്ല, അത് കുറെ ടേക്ക് പോകും. ദേഷ്യമൊക്കെ പെട്ടെന്നായിക്കോളും. അച്ഛൻ ആക്ച്വലി എന്താ ചെയ്തോണ്ടിരുന്നത് വർക്ക്? ഞാനൊരു ബോംബെ ബേസ്ഡ് കമ്പനിയിലായിരുന്നു, അവിടെ സീനിയർ മാനേജറായിട്ട് കേരള ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. എറണാകുളത്തായിരുന്നു. എങ്ങനെ നിങ്ങളെ പ്രണയിച്ച് വിവാഹിതരായവരാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നെ ഇഷ്ടമായിരുന്നു, വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവരിവിടെ വന്നു, അത്രയോ, അങ്ങനെയായിരുന്നു. അല്ലാണ്ട് നമ്മളങ്ങനെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അല്ലല്ലോ നമ്മളെല്ലാം. അതെ അതെ. അമ്മ എന്താ പഠിച്ചപ്പം? ഞാൻ ബികോം തന്നെ. അപ്പൊ അത് തന്നെ എങ്ങനെയോ വന്നു.
അപ്പം കഥ എഴുതി എന്ന് പറഞ്ഞല്ലോ, അത് എഴുതാനുള്ള സന്ദർഭം ഗൗരിയുടെ തന്നെ സ്റ്റോറിയാണല്ലോ ആദ്യം എഴുതിയത്. എന്തായിരുന്നു പ്രേരണയായിട്ടുള്ള അതിന് പിന്നിൽ? പ്രേരണ പറഞ്ഞ ഗൗരി ഒരു മോൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജനിച്ചപ്പം മോക്കൊരു സർജറി ഒക്കെ ചെയ്തപ്പോൾ അതത്ര സക്സസ് ആയില്ല. അന്നൊന്നും നമുക്കറിയില്ല ശരിക്കും മോൾക്ക് എന്താ പ്രോബ്ലം. അതങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു 6 വയസ്സാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. അങ്ങനെ 6 വയസ്സായപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോളെ മാക്സിമം അവളെ എങ്ങനെ ജീവിതത്തിലേക്ക് സാധാരണ കുട്ടിയായിട്ട് എങ്ങനെ വളർത്താമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അതായത് എല്ലാവർക്കും ഒപ്പം അവളും എല്ലാ സന്തോഷങ്ങളും അറിഞ്ഞ് ജീവിക്കണം, അതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം അതിലേക്കുള്ളൊരു യാത്രയിലായിരുന്നു. അവൾക്കൊപ്പം സ്കൂളിലിരുന്നു. അതായത് KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങളൊപ്പം രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. അച്ഛൻ എറണാകുളത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പൊതിയും കെട്ടി ഞങ്ങൾ പോകും. ഞങ്ങൾ വൈകുന്നേരം ഒന്നിച്ച് തിരിച്ചു വരും. കൂടെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇച്ചിരി പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പം ഇരിക്കുന്നിടത്ത് ഇരിക്കത്തേ ഉള്ളൂ. 9ാം ക്ലാസ് വരെ അമ്മ കൂടെ 10ാം ക്ലാസ്സിൽ മൂക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം 9ാം ക്ലാസ് ആയപ്പോൾ ആൾക്ക് ഒരുപാട് പ്രോബ്ലംസ് തുടങ്ങി. മീൻസ് പെയിൻ ആയിരുന്നു, സഹിക്കാൻ വയ്യാത്ത പെയിൻ. അപ്പം നമ്മൾ അപ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഡോക്ടേഴ്സിനറിയാം അതിൽ ചെയ്യാനൊന്നുമില്ല. അപ്പം അവരെന്ത് ചെയ്യും, പെയിൻ കില്ലേഴ്സ് വരും, കുറച്ച് സപ്ലിമെൻ്റ് സപ്പോർട്ടിങ് മെഡിസിൻസ് വരും, എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി 9th ഒക്കെ ലാസ്റ്റ് ആകാറായപ്പോൾ ആൾ ബെഡായി. ഡോസ് കഴിച്ചാലും അതായത് പെയിൻ കില്ലർ ഒന്നും എത്ര സ്ട്രോങ് പെയിൻ കില്ലർ ആണെങ്കിലും ആൾക്കത് ഒട്ടും ഏശാത്ത ഒരവസ്ഥയായപ്പോഴാണ് നമുക്കപ്പോഴും എൻ്റെ മോള് വീണ് തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ ഒരമ്മയല്ലേ. അപ്പം അങ്ങനെ മോള് കംപ്ലീറ്റ് 9th ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരു ബെഡിലേക്കായി. അപ്പം മോള് എന്നോട് അതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൾ ഈ വേദന സഹിക്കാൻ വയ്യാതെ എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് ഇനി പറ്റത്തില്ല. എന്നെ ആദ്യമൊക്കെ ചോദിക്കായിരുന്നു, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഈ വേദന സഹിക്കാനാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് കൊന്ന് തരുമോ എന്ന് വരെ ചോദിച്ചത്. അത് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ആ മാഡത്തിന് ഗൗരിയെ നന്നായിട്ട് അറിയാം, അവളുടെ കാര്യങ്ങൾ അറിയാവുന്നത്. ഞാനിങ്ങനെ അവരോട് മോളെ ഒന്ന് രക്ഷിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മകളൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം അവർക്കറിയാവുന്ന ഒരു ന്യൂറോയുടെ ഡോക്ടറെ, അതായത് കാരണം നമ്മളെല്ലാ ഹോസ്പിറ്റലുകളിലും പോയിട്ട് എല്ലാവരും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മളെ നിരാശരാക്കി വിടുന്നൊരു സമയം. അങ്ങനെയാണ് അവർ മുഖാന്തരം ആശ്രം മെഡിസിറ്റിയിൽ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുക. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. ശരിക്കും മോളെ രക്ഷിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. അതിൻ്റെ പിന്നിൽ വരുന്ന സാമ്പത്തികം അതൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. എന്നുവെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ആശ്രം മെഡിസിറ്റി ചെന്ന് അവരൊരു 12 ദിവസത്തെ ഒരു ടീമാണല്ലോ അവിടെ. ആ ഒരു ഒബ്സർവേഷനിലാണ് മോൾക്ക് എന്താണ് പ്രശ്നം, അവർക്ക് എങ്ങനെയാണ് മോളെ രക്ഷിക്കാൻ കഴിയാന്ന് അവർ നമ്മളെ വിളിച്ചിട്ട് എന്നെ അച്ഛനെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു. അവരൊരു ഡിസിഷൻ ഞങ്ങളെ കുറെ വഴക്ക് പറഞ്ഞു. ഇതുവരെ ഒന്നും നമ്മള് ഫിസിയോതെറാപ്പി പോലും സ്റ്റോപ്പ് ചെയ്തായിരുന്നു നമ്മള്. പിന്നെ ആയുർവേദ നോക്കിക്കൊണ്ടിരുന്നേ. ഫിസിയോതെറാപ്പി ഡോക്ടർ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ഡോക്ടർ വെറുതെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാവുന്നേ ഉള്ളൂ, ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയത് ഫിസിയോതെറാപ്പി. ഒരു 6-7 വർഷം ഞങ്ങൾ മറ്റെല്ലാം, അതായത് ആയുർവേദം, സിദ്ധ, ഹോമിയോ എന്നുകൊണ്ട് നമ്മൾ പരീക്ഷിക്കാത്ത മെഡിസിൻസ് ഇല്ല. പക്ഷെ ഈ സമയത്തെല്ലാം നമ്മൾ കുഞ്ഞിന് വേണ്ടത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് ഈ പെയിൻ കൂടി മോള് ബെഡ് ആയിക്കഴിഞ്ഞ് മോള് ഇരിക്കുന്ന പൊസിഷൻ മാറി. ശരിക്കും ചെരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയില്ല, ആളിങ്ങനെ സൈഡിലേക്ക് സപ്പോർട്ട് വേണം. പിന്നെ ബെഡായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോലും നമുക്ക് കിടക്കാൻ വയ്യ, വേദന. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ. ആ ഡോക്ടർ ആകെ, ഞാനതൊക്കെ എഴുതിയിട്ടുണ്ട് കഥയിൽ. അപ്പോൾ ആ ഡോക്ടർ ആകെ ഭയങ്കര ഗൗരവത്തിലാണ് ഇരുന്നത് പോലും, ഒന്നും ചെയ്യാൻ. അപ്പം ഞങ്ങൾ ടെൻഷൻ അടിച്ച് അങ്ങേരുടെ മുഖത്തോട്ട് നോക്കിയിരിക്കണം, അദ്ദേഹം എന്താ പറയുന്നതെന്ന് നിർത്തില്ല. അങ്ങനെ 12ാമത്തെ ദിവസമാണ് നമ്മളെ വിളിച്ചിട്ട്, എന്നെ അച്ഛനെ വിളിച്ചത്, നിങ്ങൾ സഹകരിക്കണം എന്ന് ആദ്യം പറഞ്ഞത്. അപ്പം
എന്താ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യണം. ഞങ്ങളൊരു വലിയ സർജറി ചെയ്യാൻ പോവാം. 48 മണിക്കൂർ നീണ്ടു നിൽക്കും. എല്ലാം ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. മോളെ ഞങ്ങൾ ഇരുത്തി, ഇപ്പം എങ്ങനെയായിരുന്നു നേരത്തെ ചിരിച്ച ഒരു മുഖത്തോടെ അല്ലായിരുന്നു ആദ്യമൊക്കെ, അതുപോലെ തിരിച്ചു തരാം. നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് മോളെ തന്നാൽ മതിയെന്ന്. അങ്ങനെ അവർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് അവർക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഒരു റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ആ ഡോക്ടേഴ്സിന് പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണം. അതുകൊണ്ട് ആഫ്റ്റർ ഒരു 1-2 വീക്സ് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് തന്നിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് 2 ആഴ്ച. അതിപ്പോഴും ഈ പെയിൻ കില്ലേഴ്സാണ്. അവിടെയും അവർ മോർഫിൻ പോലെയുള്ള പെയിൻ കില്ലേഴ്സാണ് കൊടുത്തോണ്ടിരുന്നത്. വീട്ടിൽ വന്ന് അവർ വീണ്ടും 2 തവണയും കൂടെ ഒരു തവണയും കൂടെ നീട്ടി അവർക്ക് വീണ്ടും ടൈം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ്, കാരണം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. പിന്നെ മോൾക്ക് വേറെ ടെസ്റ്റുകളൊന്നുമില്ല, അതിന് ഡയറക്റ്റ് സർജറി പിറ്റേ ദിവസം കയറ്റിയാൽ മതിയാണ്. അങ്ങനെ ജൂൺ 5 തീയതി പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു 48 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോ അതോ 2 ആയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ജൂൺ 6 തീയതി രാവിലെ 8 മണിക്ക് മോളെ കയറ്റിയിട്ട് ജൂൺ 7 തീയതി രാത്രി 1:30 മോളുടെ സർജറി കഴിഞ്ഞ് ഇറങ്ങുന്നത്. ആ ഡോക്ടേഴ്സ് പോലും ഒരു ദിവസം ലീവ് എടുത്തു. കാരണം ഒരേ നിപ്പല്ലേ. അത് രണ്ടാമത് വീണ്ടും നെക്സ്റ്റ് ഡേ 8 മണിക്ക് വീണ്ടും ഇത് തന്നെ അനസ്തേഷ്യ തന്നെ ആയിരുന്നു, ഉണത്തില്ല. അനസ്തേഷ്യ തന്നെ ആയിരുന്നു. എന്നിട്ട് അത് പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ 8 മണിക്ക് കയറ്റി. അത് 2 മണിയായി തീർന്നു അല്ലേ? 2 ദിവസമായിട്ട് കണ്ടിന്യൂസ്. 48 hours അനസ്തേഷ്യ ആയിരുന്നു. ഫസ്റ്റ് ഡേയിലെ സർജറി എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മോളെ അങ്ങനെ വെന്റിലേറ്ററിലോട്ട് മാറ്റിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു സർജറി. അത് കഴിഞ്ഞിട്ട് ആ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ വിട്ടിട്ടില്ല. നമ്മളൊരു 3 വീക്സ് ആയപ്പോഴത്തേ അവർക്ക് ഏറ്റവും ഭയം എന്താണെന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ളൊരു വൂണ്ടാണ്. അതായത് മോൾക്ക് ബോഡി എത്ര നീളമുണ്ടോ അത്രയും നീളത്തിലുള്ളൊരു വൂണ്ടായിരുന്നു. അപ്പോൾ ആ മുറിവിനകത്ത് ഇൻഫെക്ഷൻ വന്ന പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെന്താണോ ഭയന്നത്, ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അത് സംഭവിച്ചു. ഇൻഫെക്റ്റഡായി. വീട്ടില് ഇല്ല വന്നില്ല. അവിടെ വെച്ച് തന്നെ ഡ്രസ്സ് ചെയ്യാൻ വന്ന ജൂനിയർ ഡോക്ടർക്ക് ഡൗട്ട് തോന്നി. കാരണം നമുക്ക് സഹിക്കാൻ വയ്യാത്ത പെയിൻ. ഇവർ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു 7-8 തവണ കൂടി ഈ വൂണ്ട് റീഓപ്പൺ ചെയ്ത് സർജറി ഉണ്ട്. ഇല്ല, റീഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിന്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് അതിന് മെഡിസിൻ ഇല്ല. റയർ ബാക്ടീരിയ, അതിന് മെഡിസിൻ ഇല്ല. പ്ലാസ്റ്റിക് സർജറിയിലെ വിഭാഗത്തിലേക്ക് ഇവർ മോളെ കൈമാറി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമായിരുന്നു. ആ ഹോസ്പിറ്റലിൽ എത്രയും നാൾ കിടന്നു, ഇറക്കത്തോളം 2 മാസത്തിലേറെ ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഞങ്ങളെപ്പോലെ ഒരു സാധാരണക്കാർക്ക് ഇത്രയും വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറയാൻ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഡോക്ടർ അതിനിടയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾ എല്ലാം നോക്കുന്ന വഴിയിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ ഇത് ക്യൂർ ചെയ്യാമെന്നുള്ളത് നോക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, നമ്മൾ ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നു എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം എനിക്കത് പുള്ളിക്കാരത് പറയാൻ പേടിയായിരുന്നു. പക്ഷേ ഈശ്വരൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ആശ്രമ മെഡിസിറ്റിയാണ് ഞങ്ങൾക്ക് തന്നെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരം നമുക്ക് വീട് വിറ്റാണെങ്കിലും മോളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാണ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്? റിലേറ്റീവ്സ് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഗൗരി മോളുടെ സ്കൂളിൽ നിന്ന് നമുക്ക് എല്ലാവരും പിരിവെടുത്തു. പിന്നെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ പിരിവെടുത്തു വന്നു. അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകൾ നമ്മളെ അന്ന് സഹായിച്ചു. അത് കൂടാതെ കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ ഇറങ്ങി അവിടുന്ന്. വലിയ തുകയായി, നമുക്ക് താങ്ങാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷമാണ് കോവിഡ് കാലം വന്നത്. അതിനുശേഷം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവായിരുന്നേ. അതിങ്ങനെ ഇടയ്ക്കിടെ യൂറിൻ കൾച്ചർ ചെയ്ത് ആന്റിബയോട്ടിക് തന്നെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു.
അതുകൊണ്ട് അപ്പൊ അതിന്റെ സർജറി പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഇല്ല, 1 വർഷം ആയില്ല. ആ. ആ മെയിലിൽ തന്നെ വീണ്ടും ഞങ്ങൾക്ക് മോൾക്ക് വേണ്ടിയിട്ട് വീണ്ടും സർജറിക്കായിട്ട് അവിടെ പോകേണ്ടി, വീണ്ടും 2 സർജറി. അതിനെ 10-11 ഞങ്ങൾക്ക് എണ്ണം പോലും ഇല്ല കേട്ടോ, 10-11 സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതെല്ലാം ഈ പുസ്തകത്തിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് മോള് +1, അപ്പം മോള് അപ്പൊ 10th ആയിരുന്നു. 10th ടൈമിലാണ് ഇത് നടക്കുന്നത്. അപ്പം CBSE സിലബസ് ആയിരുന്നു. മോക്ക് ഒരിക്കൽ പോലും സ്കൂളിൽ പോകാൻ പറ്റിയില്ല ആ ഒരു ടൈമിൽ. അപ്പം മോള് ഒരു ഒക്ടോബർ നവംബർ ആയപ്പം തന്നെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അതായത് മോള് പഠിച്ചുകൊണ്ടിരുന്ന അത് അവർ സ്ഥലം മാറിപ്പോയതായിരുന്നു. പക്ഷെ മോളെ കാണാൻ വന്നപ്പം മോള് പഠിത്തം അവസാനിപ്പിച്ചിട്ട് ബെഡിൽ കിടക്കുന്ന ടൈമാണ്, കാരണം സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുക. അപ്പം അവള് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ജീവിതമേ ഇനി ഇല്ല, എനിക്ക് ഇനി ഒരു പഠിക്കാൻ life ഇല്ല, പറ്റത്തില്ല പഠിക്കാൻ പറ്റില്ല, ആ ഒരു ഇതിലായിപ്പോയായിരുന്നു. അപ്പം ആ ടീച്ചർ വന്നിട്ട് മോളെ പറഞ്ഞു ഞാൻ പഠിപ്പിക്കട്ടെ, മോള് എക്സാം എഴുതാമെന്ന് ചോദിച്ചു. അവള് സമ്മതിച്ചില്ല, എനിക്കിനി പഠിക്കേണ്ട ടീച്ചറെ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അപ്പോഴൊന്നും സമ്മതിച്ചില്ല. ഞാൻ പിന്നെ പറഞ്ഞ് മോളെ ടീച്ചർ വന്നിട്ട് പോട്ടെ, ടീച്ചർ ഒരു മനസ്സ് തന്നല്ല, നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞാൽ നമുക്ക് നോക്കാം. പക്ഷെ ടീച്ചർ വളരെ ബുദ്ധിപരമായിട്ട് ഏറ്റവും സിമ്പിൾ പോർഷൻസ് എടുത്തു. അപ്പം പെട്ടെന്ന് എടുക്കുമല്ല. അപ്പം ഈ ടീച്ചർ സൈക്കോളജി പഠിച്ചു. അങ്ങനെ പതിയെ അവളെ ആ പഠനത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പം അവൾക്കൊരു ആത്മവിശ്വാസം തോന്നി, പഠിക്കാൻ പറ്റും എന്ന് തോന്നി. അപ്പം ടീച്ചറോട് നമുക്ക് എക്സാം എഴുതാൻ പറഞ്ഞു. ആ ടീച്ചർ വൈക്കത്തെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ടീച്ചറിൻ്റെ വീട്ടിലെ ജോലി കഴിഞ്ഞ് രാത്രി 7:30 ഇവിടെ വരും. ഒരു 9:30 വരെ പഠിപ്പിക്കും. അങ്ങനെ മോളെ പഠിപ്പിച്ച് മോഡൽ എക്സാം എഴുതുന്ന ആ ഒരു ടൈം വരെ എത്തിച്ചു. മോഡൽ എക്സാം എഴുതാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ കൊണ്ടുപോകുന്നേ, അപ്പം വണ്ടിക്കകത്ത് കിടത്തി എഴുതിക്കുന്നേ. അവളുടെ ആശയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും ആണ് ആശം കൂടെ പോയി കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡാ വരുന്നത്. ചേട്ടൻ ജോലിക്ക് പോകത്തില്ല. അപ്പൊ ചേട്ടൻ വണ്ടി ഒരു മരത്തിന്റെ ചോട്ടിലിട്ട് കൊച്ചിനെ അതിനകത്ത് കിടത്തി കൊച്ച് മോഡൽ എക്സാം എഴുതും. സ്കൂളുകാർക്ക് പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, ഗൗരി ജയിക്കുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു ശ്വാസം മുട്ടലുണ്ട്. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല, ഞാൻ ഇവളിലാ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൗരി പറയുന്നുണ്ട് അമ്മയ്ക്ക് വയ്യായികയുണ്ട്. അവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, അത് സാധാരണ ഉണ്ടാകുന്ന, എനിക്കതിന് മുമ്പ് ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ എക്സാമിന് കൊണ്ടുപോയി മോളെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അവളെ ശ്രദ്ധിക്കുന്നില്ല വെച്ചാൽ, കാരണം മോളെ കുളിപ്പിക്കുന്നത് മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്. മോളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മോളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ പറഞ്ഞു അമ്മ ഇന്ന് ഡോക്ടറെ കണ്ടില്ലേ, ഞാൻ എക്സാം എഴുതത്തില്ല എന്ന് പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഫിസിഷ്യനുണ്ട്, ആ വീട്ടിൽ കയറി കണ്ടോളാം. ഫിസിഷ്യൻ്റെ അടുത്ത് കയറി. അങ്ങനെ ചേട്ടനാണെന്നും ചേച്ചിയുടെ ഹസ്ബൻഡാണെന്നും വരുന്നത്. അപ്പം ഞാൻ വണ്ടി നിർത്തി ഞാൻ കയറിയപ്പോൾ ഡോക്ടർ ചോദിച്ചു അവിടെ പോവാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളെ എക്സാം എഴുതി, മോളെ അറിയാം എക്സാം എഴുതാൻ പോവാം, എങ്കിൽ മോളെ വീട്ടിലാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊക്കോളാമെന്ന് പറഞ്ഞു. പ്രിസ്ക്രിപ്ഷൻ ഒന്നും തരത്തില്ല, ഞാൻ മരുന്നൊന്നും തരുന്നില്ല, ഇത് സാധാരണ ശ്വാസം മുട്ടലല്ല. അപ്പോൾ വേഗം ഞാൻ വണ്ടിയിലോട്ട് തിരിച്ച് കയറിയിരുന്നു. അപ്പോഴും ഇവളെ എക്സാം എഴുതിക്കണം എന്ന് എൻ്റെ വിചാരം. അപ്പം ഗൗരി ചോദിച്ചു അമ്മ ഡോക്ടർ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ കഫക്കെട്ടൽ, അത് ആവി വലിച്ചാൽ പോവും, എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ്റെ എവിടെ? ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇവൾ എന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇവൾ മോളെ എനിക്ക് കാണാം, വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ടീച്ചറെ വിളിക്കും, അങ്ങനെയാണ്. അപ്പം എനിക്ക് മിണ്ടാൻ പറ്റാതെ ഞാനിങ്ങനെ അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. തിരിച്ചു ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിയിലൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ കളറായി തുടങ്ങി. മീൻസ് ഓക്സിജൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരക്ഷരം പോലും മിണ്ടരുത്, നിങ്ങളുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, പമ്പിങ് ലോ ആണ്, ഓക്സിജൻ ഇല്ല ബോഡിയിൽ, ഞാൻ ICUലോട്ട് കയറ്റുക. അപ്പം ഞങ്ങൾ ഡോക്ടർ എൻ്റെ മോക്ക് നാളെ കൂടെ പരീക്ഷ ഉണ്ട്, എന്നെ ഒന്ന് വിട. ഡോക്ടർ ആദ്യം ഞാൻ നിങ്ങൾ ജീവൻ ഒന്ന് രക്ഷിച്ചോട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു.
എന്നെ നേരെ ഐസിയുവിലോട്ട് പമ്പിങ് പറഞ്ഞുകൊണ്ട് ലങ്സിനകത്ത് വെള്ളം കിട്ടി. ലങ്സിൽ വെള്ളം കെട്ടി. ലങ്സ് എല്ലാം ഫുള്ള് ഞാൻ സീരിയസ് കണ്ടീഷൻ. ഞാൻ ഐസിയു കിടന്ന് ബഹളം കിട്ടി. എനിക്ക് മോളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേഴ്സിനോട് പറഞ്ഞു ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയില്ലാതെ ഞാൻ പരീക്ഷ എഴുതത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അമ്മ വേണം, അമ്മ ഇല്ലാതെ പരീക്ഷ. ഞാൻ പറഞ്ഞു, മക്കൾ പരീക്ഷ എഴുതണം, അമ്മ ഒരു ഒബ്സർവേഷൻ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കരച്ചിലും ബഹളമായി. അമ്മ എവിടെയാന്ന് ചോദിച്ചു. അമ്മ എവിടെയാ? ഞാൻ പറഞ്ഞു റൂമില്ല. അമ്മ ഐസിയുലാണ്. എനിക്ക് അവിടുന്ന് ബീപ് ബീപ് സൗണ്ട് ഒക്കെ. ഇവക്ക് ഞാൻ കുറെ നാളെ കിടന്നതാണല്ലോ, അപ്പൊ എനിക്ക് അറിയാം. അവക്കറിയാം ഞാൻ ശരിക്കും ഐസിയുലാണെന്ന് ആള് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കള്ളം പറയാൻ പറ്റും. ഇവള് ഭയങ്കര ബഹളമായി. അങ്ങനെ ടീച്ചർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ടീച്ചർ പിന്നെ ആളെ ഇതിലേക്ക് കൊണ്ടുവന്ന്. അപ്പൊ എൻ്റെ ചേച്ചി പിന്നെ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക്, ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. പിന്നെ മോക്ക് സ്റ്റഡി ലീവായി. ഞാൻ പിന്നെ ഹോസ്പിറ്റൽ അവസാനം ആസ്റ്റർ മെഡിസിറ്റി പോയപ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം മോൾ അത്രയും നാൾ കിടന്ന്. അപ്പം ഗൗരിമോളുടെ അമ്മയെ ഞങ്ങൾക്ക് ഗൗരിമോൾക്ക് തിരിച്ചു കൊടുക്കണം. കാരണം ഞാൻ അത്രയ്ക്കൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവിടെയായിരുന്നു പിന്നെ എൻ്റെ അതോടുകൂടി ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഞങ്ങള് അതിൽ നിന്നൊന്നും ഇതുവരെയും ഞങ്ങൾ കരകയറിയിട്ടില്ല ശരിക്കും. കോവിഡൂടെ വന്നു കഴിഞ്ഞപ്പോ ബുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, അതിലേക്കാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ വന്ന് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതെല്ലാം എഴുതി വെച്ചാൽ എന്താ കുഴപ്പം എന്നോർത്ത് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചൊരു സംഭവമാണ് ഗൗരിയും അച്ഛനെയും കാണിക്കുന്നതും. അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതെനിക്ക് ഫോണിലാക്കി തരുവാണെങ്കിൽ ഞാനൊരു PDF ഫയലാക്കി എൻ്റെ ഫോണിൽ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഞാൻ ഫോണിലേക്ക് ആക്കി കൊടുത്തു. മോള് PDF ഫയലായിട്ട് എൻ്റെ ഫോണിലും മോളുടെ ഫോണിലും സൂക്ഷിച്ചു. +2 98.25 മാർക്കോട് കൂടി ഗൗരി പാസ്സായി. സർജറി എല്ലാം കഴിഞ്ഞിട്ടാണ് പാസ്സായപ്പോഴത്തേക്കും അവരുടെ ഒരു BRC ഏറ്റുമാനൂർ BRCയിലെ അധ്യാപകർ മോളെ ആദരിക്കാൻ വിളിക്കുന്നു. പിന്നെ എന്റെ കയ്യിൽ നിന്ന് എല്ലാം പോവായിരുന്നു. അപ്പൊ മോളെ കുറിച്ച് കാണിച്ചത് അല്ല, അപ്പൊ എന്നെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അമ്മ എളുപ്പത്തിന് ആ PDF അവർക്ക് കൊടുത്തു. അപ്പൊ എന്നെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാനായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് തന്നെ അവരതൊരു ചെറിയ ബുക്ക് പോലെ ആക്കി അവിടെ ചെറിയൊരു പ്രകാശനം നടത്തി, നമ്മളോട് പറയാതെ തന്നെ. പിന്നെ അത് വലിയൊരു പരിപാടിയായിട്ട് പിന്നെ നടത്തുമായിരുന്നു. BRCക്കാര് തന്നെയാണ് അത് നടത്തിയത്. BRCയിലെ ആശ ടീച്ചർ ഉണ്ട്. ആശ ടീച്ചറാണ് ബിനിത് സാറും ആശ ടീച്ചർ, അങ്ങനെ രണ്ടുപേരാണ്. ബിനിത് സാറിന് ഇതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും. അപ്പോഴും അവരെന്നോട് പറഞ്ഞു ഇത് സിമ്പിളായിട്ട് ചെയ്താണ്. അപ്പോൾ വാസവൻ സാറായിരുന്നു അതിൻ്റെ മുഖ്യാതിഥി. അപ്പോൾ അദ്ദേഹത്തിന് ഇത് വായിക്കാൻ കൊടുത്തു, ഈ റഫ് കോപ്പി. അദ്ദേഹം ഇത് വായിച്ചിട്ട് ഈ റഫ് കോപ്പി വായിച്ചിട്ട് അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ഇത് ഞാൻ വായിച്ചു, ഇതിൻ്റെ അവതാരിക ഞാൻ എഴുതും എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അദ്ദേഹം വായനാശീലമുള്ള ഒരാളല്ല. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ സാധാരണ ഒരു വീട്ടമ്മ, എഴുത്തുകാരിയല്ല. പക്ഷെ അത്രയും വലിയൊരു വായന ഇഷ്ടപ്പെടുന്ന ഒരാൾ വായിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതും ഇത്രയും ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാളല്ലേ എന്നെ വിളിക്കുന്നത്, ഒരു മന്ത്രിയാണല്ലോ വിളിക്കുന്നത്. അദ്ദേഹം നേരിട്ട് വിളിച്ച് എന്നോട് അത്ര സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അദ്ദേഹം തന്നെ അവതാരിക എഴുതി. അത് അവര് ഒരു സ്പോൺസറെ കണ്ട്, നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഒത്തിരി ഡൗൺ ആയിരുന്നു. അപ്പോൾ അവരൊരു സ്പോൺസറെ കണ്ടെത്തിയാണ് ആ പുസ്തകം ഇറക്കിയത്. അദ്ദേഹം തന്നെ പ്രകാശനം ചെയ്തു. ആദ്യം ഇറക്കിയ എല്ലാം അവർ തന്നെയാണ് ചെയ്തത്. ഒന്നും ഞാൻ അറിഞ്ഞില്ല ശരിക്കും. അതായത് സെൽഫായിട്ട് പബ്ലിഷ് ചെയ്ത, കാരണം വേറൊരു പബ്ലിഷറെ ഏൽപ്പിച്ച അതിൻ്റെ പൈസ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം എന്നുകൂടി അവർ ഉദ്ദേശിച്ചിട്ട് മുഴുവൻ എമൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തു. എനിക്കത് അവരോടുള്ള ഒരു കടപ്പാട്, നന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇതാണ്. കാരണം അവരൊത്തിരി വർക്ക് ചെയ്തായിരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. അവർ തന്നെയാണ് അതിൻ്റെ പകുതിയോളം, അതായത് ഫസ്റ്റ് എഡിഷൻ തന്നെ 2000 കോപ്പി അവരിറക്കി. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 2000 കോപ്പി വിറ്റുപോയി. ഒത്തിരി പേര് എന്നെ വിളിച്ച് ആ പുസ്തകത്തെക്കുറിച്ച്, കാരണം അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആണ്. പലർക്കും അത് വായിച്ചിട്ട് അവർ മാറിയെന്നാണ് പറയുന്നത്.
ഞങ്ങൾ ഇത്രയും നാൾ നല്ലൊരു അമ്മയല്ലായിരുന്നു, ഇപ്പോഴാണ് ഒരു അമ്മ എന്താന്ന് മനസ്സിലാകുന്ന പലരും പറയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഗൗരി എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തുകൊണ്ടൊരു കഥ എഴുതിക്കൂടാ, അമ്മ അമ്മയ്ക്ക് എന്തുകൊണ്ട് അമ്മ ഇത്ര എഴുതുന്ന, അമ്മയ്ക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എഴുതിയാൽ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ, അതൊന്ന് പബ്ലിഷ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം അവള് പറഞ്ഞു, അമ്മ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം, ജസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയില്ല. അങ്ങനെ ഒരു നോവൽ എഴുതിയിട്ടപ്പം അത് പാർട്ടായിട്ട് എഴുതിയിട്ടപ്പോൾ ഒരുപാട് റീഡേഴ്സ് അതിന് വായനക്കാർ. അപ്പം ഓരോരുത്തരും നിങ്ങളൊരു അമേസിങ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്, ഭയങ്കര ലളിത ഭാഷയാണ്, വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങളുടെ ലൈഫാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് അവർ പറഞ്ഞത്, നിങ്ങൾ എഴുതുന്നത് ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അത്ര നന്നായിട്ട് എഴുതിയിരിക്കുന്നു. ഒരു 10K പേര് അത് ഒരു ഫസ്റ്റ് നോവൽ എൻ്റെ വായിച്ചിട്ടുണ്ട്. അപ്പം അതിനെനിക്ക് നല്ലൊരു റിവ്യൂ ഒക്കെ കിട്ടിയത്. അപ്പം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പം ഞാൻ 6ാമത്തെ നോവൽ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറുകഥകൾ എഴുതും. അത് എഴുതുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള ചെറിയ ഗൗരി തന്നെ എന്നോട് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിൽ നിന്നായിരിക്കും ഞാനൊരു കഥ ഉണ്ടാക്കുന്നത്. കാരണം അതെന്നെ ഹാർട്ട് ടച്ച് ചെയ്യുക. ഈ മാറ്റങ്ങൾ, ചെറിയ ലോകത്തെ വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ, അത് ഗൗരി എന്നോട് പറഞ്ഞൊരു വാക്കിൽ നിന്നുണ്ടായൊരു കഥയാണ്. അനുഭവ കഥകളാണ് ഞാൻ അത് നടന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പൊ എഴുത്ത് എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിനെ റിലാക്സ് ചെയ്യും. അതുകൊണ്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായി. ഒരുപാട് എഴുത്തുകാരുമായിട്ടും സമൂഹത്തിൽ നല്ല ഒരുപാട് അറിയപ്പെടുന്ന ആൾക്കാർ. ദൈവം തന്നെ എഴുതിച്ചായിരിക്കും. അല്ല, അത് അതിശയം അതല്ല. എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതിൻ്റെ ആ മാസത്തിൽ തന്നെയാണ് ബുക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ ശരിക്കും അതൊരു ആ ബുക്ക് ഇറങ്ങുന്നത് ബുക്ക് അല്ല. അന്നേരം ആ സമയത്ത് ബുക്ക് ഇറങ്ങില്ലായിരുന്നു, ഞങ്ങള് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് അതുപോലെ വരുമാനം ഇല്ലായിരുന്നു. പ്രൈവറ്റ് കമ്പനി അങ്ങനത്തെ ഒരു തോന്നുന്നു. ആ ബുക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പിടിച്ചു നിൽക്കുന്നത്. ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെയാ അച്ഛന് ഫാൻസ് ആണ്? അച്ഛനാണ് കൂടുതൽ ഫാൻസ്? ഞാൻ ഇപ്പൊ അച്ഛന്റെ കൂടെ വീഡിയോ ചെയ്തിട്ട് ഞാൻ 2-3 ദിവസം ഞാൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാം, അച്ഛനെ കാണുന്നില്ലല്ലോ. ക്യാമറാമാൻ ബാക്കിലാണല്ലേ, അമ്മയാണ്. അത് എല്ലാത്തിന്റെ ഇത് ഞാനാണ് എടുത്തു കൊടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇതാരാ ഇത് എടുത്തു തരുന്നത്. അത് അപ്പൊ ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ല, ചിലപ്പോ ഇവള് ചില ആംഗിളൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ ഇപ്പൊ എനിക്കൊന്നൊരു 10,000 വീഡിയോയെങ്കിലും ടിക്ടോക്ക് ആയിരുന്നു ആദ്യമേ. അത് ബാൻ ചെയ്തു പോയി. അപ്പൊ അതിലായിരുന്നു ആദ്യം കയറി വന്നത്. അതില് 135K ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് എനിക്ക് തോന്നുന്നു റീൽസ് ഇറങ്ങിയിട്ടില്ലായിരുന്നു ആ ടൈമില്. പിന്നെ കുറെ ആപ്പൊക്കെ നമ്മൾ നോക്കിയാൽ അത് നമുക്കൊരു മനസ്സിന് പിടിക്കുന്നില്ലായിരുന്നു ടിക്ടോക്ക് വരെ. പിന്നെ റീൽസ് വന്നു കഴിഞ്ഞപ്പോ അതില് നല്ലതായിട്ട് വന്നു. ഗൗരി പഠിത്തം കൂടാതെ വേറെ കഴിവുകളുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയത്? പാട്ട് പാടാനും അതുപോലെ തന്നെ പുല്ലാങ്കുഴല് വായിക്കുമല്ലോ. ചെറിയ ക്ലാസ്സിൽ തന്നെ, അതായത് ഒരു 3ാം ക്ലാസ് ഒക്കെ ആയപ്പോ തന്നെ മോള് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ അവളെ എങ്ങനെ മറ്റുള്ളവർക്കൊപ്പം എത്തിക്കാം, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ഈ പഠിത്തം മാത്രം പോരല്ലോ, ഇവരിൽ എന്തെങ്കിലും കഴിവുകൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനൊരു സാറിനെ അന്വേഷിച്ച് കണ്ടെത്തി. വീട്ടിൽ വന്ന് പഠിപ്പിക്കണം, നമുക്ക് ഒരാളടുത്ത് കൊണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരാളെ കണ്ടെത്തി. അപ്പം അദ്ദേഹം ഇതുപോലെ എല്ലാ ഇൻസ്ട്രുമെന്റ് കൈകാര്യം, സകലകലാ വല്ലഭൻ എന്ന് പറയാം. അതും ഈശ്വരനായിട്ട് തന്നെ അന്ന് നമ്മൾക്ക് എത്തിച്ചു തന്നാണ്. അപ്പം അദ്ദേഹം അവളില് ആദിശാസ്ത്രീയ സംഗീതം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷെ അന്നേരം ഫിസിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പലപ്പോഴും മാസത്തിൽ 1 ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ സാറിന്. കാരണം ബാക്കി എല്ലാ ദിവസവും ആൾക്ക് വയ്യായികയാണ്, ഒത്തിരി ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ, ചെറിയ പ്രായം തൊട്ട് അങ്ങനെയാണല്ലോ. അങ്ങനെ സാറ് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റൂടെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൂടെ പഠിപ്പിക്കാനായിട്ട് ഫ്ലൂട്ട് ആകുമ്പോഴത്തേക്കും ഭാരം കുറഞ്ഞ ഒരു മ്യൂസിക്കൽ, അതാകുമ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഫ്ലൂട്ട് ചെയ്തു തുടങ്ങി. ഇപ്പൊ ഫ്ലൂട്ടിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ്. ഫ്ലൂട്ട് സ്റ്റാർട്ട് ചെയ്ത മാഷ് പറഞ്ഞു ഫ്ലൂട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് പഠിക്കാനായിട്ട്, അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം
പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവക്ക് ഭയങ്കര ഇഷ്ടം ഫ്ലൂട്ട് പഠിക്കാനെന്ന് പറഞ്ഞു. വെറൈറ്റി ആണ് പെണ്ണുങ്ങൾ അങ്ങനെ മൊത്തത്തില് കുറവാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു മത്സരത്തിന് പോകുമ്പോ 3 or 4 മത്സരാർത്ഥികളെ ഉണ്ടാവും. ഇത് ഈ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു കുറവാണല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു. ഫ്ലൂട്ട്, ശാസ്ത്രീയ സംഗീതം, പിന്നെ കുറച്ച് നാള് കീബോർഡ് പഠിച്ചു. അത് കഴിഞ്ഞ് എല്ലാം കൂടി സമയം കിട്ടാതെയായി. പിന്നെ കീബോർഡിന് താല്പര്യം കുറഞ്ഞു. പക്ഷെ ഫ്ലൂട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ സംസ്കൃതം പഠിച്ചു. അതും ഒരു സൈഡായിട്ട് അത് പഠിച്ചു. പിന്നെ നമ്മുടെ സിനിമ പാട്ടുകളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കോളേജിലാണെങ്കിലോ സ്കൂളിലാണെങ്കിലോ വീട്ടിലൊരു ഫംഗ്ഷൻ ആണെങ്കിലോ ഒക്കെ പാടും. 1-2 കവിതയൊക്കെ പഠിച്ചാണെങ്കിലും ആളങ്ങനെ അമ്മ പാടുവോ? ഇല്ല, ഞാൻ മൂളിപ്പാട്ട് പോലും പാടത്തില്ല. അച്ഛനോ? ഞാൻ പാടും, പക്ഷെ ഇവര് സമ്മതിക്കില്ല. ഇല്ല, ഞാൻ പാടും, ഇവര് സമ്മതിക്കില്ല. അടുക്കളയിൽ സമ്മതിക്കില്ല. എല്ലാത്തിലും കേട്ടി വിട്ടാ ശരിയാവത്തില്ല. ശരി, നമ്മുടെ റീച്ച് പറഞ്ഞു പോലെ. നമുക്ക് അച്ഛന്റെ പാട്ട് കേൾക്കാന്നോ? അയ്യോ ഇല്ല, ഞാൻ പാടാ. ഫ്ലൂട്ട് ഒന്ന് വായിക്കാമോ? ഏത് പാട്ടാ? ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സാരമില്ല. ഐഡിയ ഒക്കെ അപ്പം എങ്ങനെ കിട്ടുന്നത്? അമ്മ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണും. അപ്പം എന്തെങ്കിലുമൊക്കെ കുറെയൊക്കെ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയൊരു ഇതിൻ്റെ ഒരു ചെറുകഥ എനിക്ക് വെബ് സീരീസ് പോലെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. എത്രമാത്രം സക്സസ് ആവും അറിയത്തില്ല. അച്ഛൻ്റെ ജോലി അത് നമ്മുടെ അനുഭവ കഥ തന്നെ. അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട്, എന്നെ ഫീൽ ചെയ്തു എനിക്ക്. അപ്പോൾ അതൊരു ഞാൻ ചെറുകഥയായിട്ട് എഴുതിയിരുന്നു. പക്ഷേ ഇത് മനോരമയുടെ ചീഫ് എഡിറ്റർ വീക്കിലിയിൽ അദ്ദേഹം അത് ഭയങ്കരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതും എനിക്ക് മനോരമ പോലെ വലിയ സർക്കുലേഷനുള്ള ഒരു ഇതിലൊക്കെ ഞാനൊരു എഴുത്തുകാരിയല്ലല്ലോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ചിന്തിക്കുന്നില്ല. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സാഹിത്യം കലർത്താൻ പറ്റത്തില്ല. അത് എന്താണോ അങ്ങനെ അങ്ങ് എഴുതാനല്ലേ പറ്റും. പക്ഷെ അത് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വായനക്കാർക്ക് എല്ലാവർക്കും അങ്ങനത്തെയാണല്ലോ ഇഷ്ടം. നമ്മൾ സിമ്പിൾ ലാംഗ്വേജ്, പണ്ടത്തെ പോലെ ക്ലാസിക്കൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതുന്നൊന്നും ആർക്കും ഇഷ്ടം. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മലയാളമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഏറ്റവും താഴെയുള്ള കുട്ടികൾക്ക് പോലും മനസ്സിലാവണം എന്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ശരിക്കും നമ്മുടെ വീട്ടിലെ വർത്തമാനം അങ്ങനെ ഞാനൊരു നോവലാണെങ്കിലും ആ സിറ്റുവേഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശരിക്കും ഞാൻ മോളുടെ സ്റ്റോറി എനിക്കായി എന്നുള്ള പേരിൽ അത് എഴുതിയിരിക്കുന്നതും നമ്മൾ അനുഭവിച്ചത് എന്താണോ അതങ്ങനെ ഞാൻ പകർത്തിയിരിക്കുക.
അപ്പം അത് എല്ലാവരും പറയുന്നത് മോളുടെ ആ ഹോസ്പിറ്റൽ കിടന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, കാരണം നമ്മളെന്താണോ, നമ്മുടെ മനസ്സെന്താണോ അനുഭവിച്ചത്, കുഞ്ഞെന്താണോ അനുഭവിച്ചത്, അതങ്ങനെ തന്നെ ഞാൻ അങ്ങ് എഴുതുമായിരുന്നു. ഇത്രയും നേരം ഗൗരിയുടെ ഈ പോസിറ്റീവ് എനർജിക്ക് കാരണം 2 പില്ലേഴ്സ് ആയുള്ള അച്ഛനും അമ്മയാണ്. അല്ലേ? ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ട് സപ്പോർട്ടിന് അല്ലേ? അപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ജീവിതം, ഈ ബോണ്ടിങ് എപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ നൽകട്ടെ. ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഗൗരിയും ഗൗരിയുടെ അമ്മയും അച്ഛനും അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. CVTVക്ക് ഇത്രയും നല്ല കുറേ സമയമായി ഇത്രയും നല്ല കുറേ മൊമെന്റ്സ് തന്ന CVTVക്ക് ഒരുപാട് ഞങ്ങളെ ഗൗരി കുടുംബത്തിൻ്റെ നന്ദി.